ഹലോ സുഹൃത്തുക്കളെ, സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ദിൽഷ പ്രാങ്ക് ചെയ്യുന്നതാണ്. ദിൽഷയുടെ ഇൻ്റർവ്യൂക്കിൽ അവിടുത്തെ അവതാരക ചോദിച്ചു, നിങ്ങൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒരു ഫേക്ക് ഫോണിൽ നിന്ന് നമ്പറിൽ കോൾ ചെയ്ത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ പറ്റിക്കാവോ എന്ന്. ആ ചലഞ്ച് ദിൽഷ ഏറ്റെടുക്കുകയും ചെയ്തു. തുടർന്ന് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ദിൽഷ വിളിക്കുകയും ദിൽഷയെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആ ഒരു സംഭാഷണത്തിൻ്റെ കുറച്ച് വീഡിയോകൾ നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. ഇതുപോലത്തെ വിജ്ഞാനപ്രദമായ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് എന്തായാലും ആ ഒരു ഫോൺ കോൾ കേട്ടിട്ട് വരാം. ഹലോ, സ്പീക്കറിൽ. ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരാന്ന് മനസ്സിലായോ? ഇല്ലല്ലോ, ആരത്? ഹലോ, താങ്കളുടെ ഒരു ഫാനാണ്. നമ്പര് എന്നെ ഇവരാരും വെറുതെ വിടൂല. താങ്കളെയും കൂടെ ഇതില് ഇട്ടിട്ടുണ്ട്. എന്താ ചെയ്യാൻ പറഞ്ഞത്? അയ്യോ സോറി, എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചതാ. അയ്യോ, ഈ കുട്ടീനെ ഞാൻ എന്ത് ചെയ്യണം? അല്ല, താങ്കൾ സൽമാൻ ഖാൻ ആണോ എന്ന് ചോദിക്കാൻ ചോദിച്ചു. ഒന്ന് മനസ്സിലായി. എന്റെ നമ്പർ അല്ല, ഇതാരുടെ നമ്പർ? അതൊന്നും പറയത്തില്ല, ബാക്കി പറ. ജെറിയുടെ നമ്പറാണ്. ഇന്റർവ്യൂ എടുത്തില്ലേ? അതെ 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 അതെ. രണ്ടാമത്തെ. അതെ, താങ്കൾ ഓടി നടന്ന് ഇന്നോഗ്രേഷൻ ചെയ്യാണല്ലോ. എറണാകുളം. എന്റെ പൊന്നു ഡോക്ടറെ, ഞാൻ ഈ കുട്ടിയോട് ആക്ച്വലി ഒന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഫോൺ വിളിക്കാനാ പറഞ്ഞത്. ഈ കുട്ടിയുടെ സത്യസന്ധത കാരണം നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാര്യം ഞാൻ ഡോക്ടറോട് പറഞ്ഞാൽ മതിയായിരുന്നു. ദിനുവിനെ ഒന്ന് പ്രാങ്ക് ചെയ്താൽ മതിയായിരുന്നു. കള്ളം പറയരുത് ഡോക്ടറെ. ദിലു ചോദിച്ചു, ഡോക്ടറിനെ പ്രണയിക്കാൻ ഡോക്ടർ എന്താ സൽമാൻ ഖാൻ ആണോന്ന്. എന്താ മറുപടി? എന്നെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരുപാട് സൂപ്പർ ഡോക്ടർ. സൽമാൻ ഖാനൊന്നും അല്ല, ചെറിയ എന്താ പറയാ സാധാരണക്കാരാണ്. എന്നെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ട്. ഞാൻ ഇങ്ങനെയുള്ള സൽമാൻ ഖാനൊന്നും അല്ല പറഞ്ഞതാ. ശരി, ആയിക്കോട്ടെ. ഈ കുട്ടീനെ ഇതൊന്നും ഏൽപ്പിച്ചിട്ട് നടക്കില്ല ഡോക്ടറെ. അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്ത് പിന്നെ ഒരു ദിവസം പണി കൊടുക്കണം ദിലുവിന്. ഓക്കെ, തീർച്ചയായും ഒരു കാര്യം പറയട്ടെ. ഡോക്ടറെ ഉപദേശിച്ച് കൊടുക്കല്ലേ പ്ലീസ്. ഞാൻ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് രഹസ്യങ്ങൾ ചോർത്തെടുത്തോട്ടെ. ഡോക്ടറിനെ ഞാനിപ്പോ എന്തിനാ വിളിച്ചേ? എനിക്കിത് വേണ്ടായിരുന്നു. ഇതിപ്പോ എന്നെ പ്രാങ്ക് ചെയ്യുന്നതാണോ എല്ലാരും കൂടെ കൂടി? ഓക്കെ, അപ്പൊ നടക്കട്ടെ, പരിപാടികളൊക്കെ നടക്കട്ടെ. അതെ അതെ, അതുകൊണ്ട് റെഡി ആയിരുന്നു. ഓക്കെ, ഓരോന്നിനി പറഞ്ഞു കൊടുത്ത് നിങ്ങൾ തമ്മിൽ കോഡൊക്കെ കൈമാറല്ലേ. ഞാൻ ഈ കുട്ടീനെ പരമാവധി സത്യസന്ധമായ ആൻസേഴ്സ് കിട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ചോണ്ടിരിക്കുക. അപ്പേ വേറൊരു കാര്യം കൂടി ഉണ്ട് ഡോക്ടറെ. നമുക്ക് നിങ്ങൾ തമ്മിലുള്ള ഇന്റർവ്യൂ തരാന്ന് എനിക്ക് വാക്ക് തന്നതാ. മറന്നുപോയാ? ഫിൽമി ബീറ്റ് നമ്മളൊരു 3 മണിക്ക് വെളുപ്പാങ്കാലത്ത് എടുത്ത് ഓർമ്മയുണ്ടോ? ഞാൻ തന്നെ. ഓ, എല്ലാവർക്കും വാഗ്ദാനം കൊടുത്ത് കടന്നു കളയാനുള്ള പരിപാടി അല്ലേ? വിടത്തില്ല, ഞാൻ സത്യമായിട്ട് വിടത്തില്ല. ഓക്കെ, അപ്പൊ നടക്കട്ടെ. ഓക്കെ ഡോക്ടർ.